ഈ അടുത്ത് അയോധ്യ അമ്പലം വീണ്ടും പണിതു. ആ സമയത്ത് 2 വർഷം മുൻപ് നമുക്ക് എല്ലാവർക്കും അറിയാം, ബുദ്ധൻ 1000ഓളം വർഷം ബ്രാഹ്മണ്യത്തോടുകൂടെ കലഹിച്ചത് ബുദ്ധ ധമ്മയായിരുന്നു. ഈ ബുദ്ധ ധമ്മയുടെ പ്രധാന ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ റാഡിക്കലായി ബ്രാഹ്മണ്യത്തിനകത്തെ ഭേദഭാവങ്ങളോട് നിരന്തരം കലഹിച്ചതായിരുന്നു. ആ ബുദ്ധനെ എടുത്തുകൊണ്ടുവന്ന് അയോധ്യയിൽ കൊണ്ടുവച്ചു. നമ്മളാകുന്ന തലമുറയ്ക്ക് അറിയാം, ബുദ്ധനെ ഈ അടുത്ത് അയോധ്യയെ കൊണ്ടുവച്ചത് ബുദ്ധൻ അവർക്കെതിരെ സംസാരിച്ചാണ്. പക്ഷെ അതിനകത്ത് അയോധ്യയിൽ ബുദ്ധനെ കൊണ്ടുവച്ചു. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, അതായത് അയോധ്യയിലേക്ക് ബുദ്ധനെ എടുത്തുകൊണ്ട് പോയപ്പോൾ ആ ബുദ്ധൻ ആരായിരുന്നു, ബുദ്ധനെ എന്തിനാണ് കൊണ്ടുവച്ചതെന്നുള്ളതും നമ്മളിപ്പോ ഈ തലമുറയിലുള്ളവർക്ക് അറിയാം. പക്ഷെ കുറേയേറെ കാലം കഴിയുമ്പോൾ ബുദ്ധനെ അന്ന് കൊണ്ടുപോയതാണ്. ഞങ്ങളൊക്കെ ഇപ്പം വന്നിരുന്നു ഇവിടെ പറയുന്നത് പോലെ ട്രൈബൽ സമൂഹങ്ങളുടെ ദൈവങ്ങളെ എടുത്തുകൊണ്ടുപോയി, അല്ലെങ്കിൽ ട്രൈബൽ സമൂഹങ്ങളുടെ ആചാരങ്ങൾ എടുത്തുകൊണ്ടുപോയി, ട്രൈബൽ സമൂഹങ്ങളുടെ ആഘോഷങ്ങൾ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് കാലത്ത് ആരെങ്കിലും വന്നിരുന്നിട്ട് അയോധ്യയിൽ ഇരിക്കുന്ന ബുദ്ധനെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വന്നിരുന്ന് പറയുന്നത് ശരിയാണോ എന്ന് തോന്നുന്ന അതേ തിങ്കിങ് അന്നത്തെ കുറെ ആളുകളിലും ഉണ്ടാകും. അപ്പം വടക്കാക്കി തനിക്കാക്കുവാൻ വേണ്ടി, ആത്മീയതയുടെ പേരിൽ അതിനെ പ്രതിപുരുഷ സ്ഥാനം കിട്ടുവാൻ വേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയും ഇതിനകത്ത് തൽപര കക്ഷികൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.